ഞാനിന്നൊരു ഓറഞ്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ക്രിസ്മസ് ഒക്കെ ഇല്ലേ, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ 5-6 ചേരുവകൾ മാത്രം മതി. നമ്മളെ വീട്ടിൽ എപ്പോഴും അത് കാണുന്നതാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് എടുക്കുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി 4 ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി, അണ്ടിപ്പരിപ്പ്, ജെറി, മുന്തിരിങ്ങ ഒരു ബൗളും കൂടി എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ജെറി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചെറുതായിട്ട് ക്യാരമലായി വന്നിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പുറത്ത് വെള്ളം തെറിക്കാതെയൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാവുന്ന മാറ്റി വയ്ക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും ഗ്രാമ്പൂ, ഏലക്ക, പട്ട എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കോഴിമുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് മൈദാമാവും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. മുട്ടയും പഞ്ചസാരയും കൂടെ ബ്ലെൻഡ് ചെയ്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് കുറേശ്ശെ നമുക്കിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പം ഒരു വശത്തോട് കൂടി തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ സൂക്ഷിക്കണം. അല്ലെങ്കിൽ മാവ് കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ക്യാരമലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പാത്രത്തിൽ എണ്ണ തടവി ബട്ടർ പേപ്പറും വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങളിഷ്ടത്തിന് ബദാം പരിപ്പ് പൊടിച്ചതോ അണ്ടിപ്പരിപ്പ് പൊടിച്ചതോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ കാഷ്നട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു പാൻ വെച്ച് കുറച്ച് ഉപ്പും വെച്ച് ഞാൻ പാൻ ഒന്ന് ചൂടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു വളയം വെച്ച് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് 45 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റായ കേക്കാണ്. ഈ ഓറഞ്ച് പ്ലം കേക്കിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തു നോക്കാം. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അസ്സലാമു അലൈക്കും.